if In equal to closed interval A and B and n belongs to n. Is a nested sequence of closed bounded interval. Such that the lengths Bn minus An satisfy infimum of the set Bn minus An equal to 0. Then beta belongs to In for every n belongs to n is unique. എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? അതായത് അപ്പൊ An മൈനസ് Bn മൈനസ് Anന്റെ ഇൻഫിമം 0 ആണെങ്കിൽ ഒരൊറ്റ സീറ്റേ കോമൺ എലമെന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതായത് Anകളുടെ സുപ്രീമം ആയിട്ട് നമ്മൾ സീറ്റനെ മുകളിലെ തിയറത്തിൽ കൺസ്ട്രക്ട് ചെയ്തു, നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോ ഈ In എന്നുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവല് In എന്നുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലില് Bn മൈനസ് Anന്റെ അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിന്റെ സെറ്റുകൾ എടുക്കുക, ലെങ്ത്തുകളുടെ സെറ്റ് A1 മൈനസ് B1, A2 മൈനസ് B1 മൈനസ് A1, B2 മൈനസ് A2, B3 മൈനസ് A3 എന്നുള്ള സെറ്റ് എടുക്കുക. ആ സെറ്റിന്റെ ഇൻഫിമം 0 ആണെങ്കിൽ ഈ എല്ലാ ഇന്റർവെല്ലും കോമൺ ആയിട്ടുണ്ട് എന്ന് പറയണ സീറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ഒരാൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഈ കൊറോളറി മനസ്സിലായോ? ഇപ്പൊ ഒരു ഉദാഹരണം നോക്കാം. In ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 1/n എന്നാണ്. അപ്പൊ 1/n Bn മൈനസ് എന്ന് പറഞ്ഞാൽ 1/n മൈനസ് 0. ഇൻഫിമം ഓഫ് 1/n എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇൻഫിമം ഓഫ് Bn മൈനസ് n 0 ആണെങ്കിൽ ഈ 0 1/1 0 1/2 0 1/3 0 1/4 എക്സെട്ര എന്നുള്ള സെറ്റില് ഒറ്റ എലമെന്റ് മാത്രമേ സീറ്റ ആയിട്ട് ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ അവിടെ ഒരു സീറ്റ് എങ്കിലും ഉണ്ട് എന്നാണ് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്തത്. ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. വളരെ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്ത അതേ ഒരു ഐഡിയയിൽ തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോ നമ്മള് അതിന്റെ പ്രൂഫിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞാൽ മതി, കാരണം നമ്മളൊരു റിസൾട്ടിന്റെ കണ്ടിന്യൂഷൻ അല്ലേ പ്രൂവ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പോലെ തന്നെ if zeta equal to supremum of n belongs to n, we have എന്താ നമ്മൾ പറഞ്ഞ ഇങ്ങനെ zeta ചൂസ് ചെയ്യുകയാണെങ്കിൽ we have an less than or equal to zeta less than or equal to bn for all n belongs to n. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രൂഫിൽ ചെയ്തത്. ഇനി നമ്മൾ ഇതേ ഐഡിയ വെച്ചിട്ട് വേറൊരു നമ്പറിനെ സെലക്ട് ചെയ്യുക. അതാണ് ഈറ്റ എന്ന് പറഞ്ഞാല് ഈറ്റനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളുടെ ഇന്റർവെൽസ് ഇങ്ങനെയല്ലേ, an A1 B1 A2 B2 A3 B3 ഇങ്ങനെയുള്ള നമ്മളുടെ ഇന്റർവെൽ വേണം. ഇവിടെ നമ്മൾ സീറ്റിനെ സെലക്ട് ചെയ്ത്, സീറ്റ എന്ന് പറഞ്ഞാല് ANകളുടെ സുപ്രീം ആയിട്ടാണ് എടുത്തത്. അതേപോലെ നമ്മൾ BNകളുടെ ഇൻഫിമം ഡിഫൈൻ ചെയ്യുക. BNകളുടെ ഇൻഫിമം ഡിഫൈൻ ചെയ്യാൻ ഈറ്റ എന്ന് പേര് കൊടുക്കുക. അപ്പൊ എങ്ങനെ പറയാ,
let eta equal to infimum of Bn n belongs to. അപ്പൊ നമ്മൾ സീറ്റ പറഞ്ഞ അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈറ്റ ഓൾസോ ഈറ്റ എന്നുള്ള എലമെന്റും എനും ബി എനും ഇടയിലാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കാം? എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈറ്റ ഇൻഫിമം ഓഫ് ബി എൻ എൻ ബിലോങ്സ് ടു എൻ ആണെങ്കിൽ ഈറ്റ എല്ലാ ബി എന്നിന്റെ ഇൻഫിമം ആകുമ്പോ ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ എവരി എൻ ബിലോങ്സ് ടു എൻ എന്ന് കിട്ടും. ഇതിന്റെ ഇൻഫിമം ആയതുകൊണ്ട് എല്ലാ ബി എന്നുകളും ഇതിന്റെ ഈറ്റയുടെ റൈറ്റ് സൈഡിലായിരിക്കും എന്ന് കിട്ടും. Zeta is a lower bound for set Bn n belongs to n, right? Zeta is a lower bound for Bn n belongs to n. കാരണം zeta എന്ന് പറഞ്ഞാൽ a-കളുടെ സുപ്രീം ആണ്. Zeta is a lower bound for Bn n belongs to n എന്ന് പറയാൻ പറ്റും. ഇനി ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്നുകളുടെ ഈറ്റ എന്താണ്? ബി എന്നുകളുടെ ഇൻഫിമം ആണ്. അപ്പൊ സീറ്റയും ഈറ്റയും തമ്മിൽ കമ്പയർ ചെയ്തൂടെ? ഏതായിരിക്കും ചെറുത്? സീറ്റ വെറും ഒരു ലോവർ ബൗണ്ട്, ഈറ്റ ഇസ് ദ ഇൻഫിമം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താ പറയാ, ഇൻഫിമം എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. അപ്പൊ സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടും. നൗ വി ഹാവ് ഓൾറെഡി an less than or equal to zeta, zeta less than or equal to eta. From here we already have an less than or equal to zeta. From here zeta less than or equal to eta. From here eta less than or equal to bn. Now the all values between zeta and eta belongs to an minus. All values in between eta and zeta lie in the interval an minus b. Sorry, closed interval an bn. നമുക്ക് zeta closed interval an bn ഉള്ളിലുണ്ട്, eta closed interval an bn ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്റർവൽ പ്രോപ്പർട്ടി പ്രകാരം സീറ്റക്കും ഈറ്റക്കും ഇടയിലുള്ള എല്ലാ ആളുകളും എനും ബി എനും ഇടയിലുണ്ട്. പക്ഷേ നോക്കാം ഇനി എങ്ങനെ ഇതിന്റെ പിക്ചർ നോക്കാം. എ എൻ ബി എൻ എന്നുള്ള ഇന്റർവെലിനകത്താണ് സീറ്റ, അത് കഴിഞ്ഞിട്ടാണ് ഈറ്റ. നൗ വാട്ട് ഈസ് ഈറ്റ മൈനസ് സീറ്റ? ഈറ്റ മൈനസ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ മൈനസ് എ എൻ. ശരിയാണോ? ഈറ്റ മൈനസ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ മൈനസ് എൻ. കാരണം ഈ ലെങ്ത് ആണോ വലുത് എന്നാണ് അല്ലെ? ഈറ്റ മൈനസ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ മൈനസ് എ എന്ന് കിട്ടും. നൗ രണ്ട് ഭാഗത്തും ഇൻഫിമം എടുക്കുക. ദിസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈറ്റ മൈനസ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി എൻ മൈനസ് എ. കാരണം രണ്ടു ഭാഗത്തും ഇൻഫിമം എടുത്താല് കോൺസ്റ്റന്റിന് ഇൻഫിമോ സുപ്രീമോ എന്ന് എടുത്താൽ അതിനൊരു വ്യത്യാസം വരില്ല. പക്ഷെ ബി എൻ മൈനസ് എന്റെ ഇൻഫിമം എടുത്താൽ ഇവിടെ വരും. കാരണം നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ സുപ്രീം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം ബി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എ എൻ എന്നുള്ള സെറ്റും ബി എൻ എന്നുള്ള സെറ്റും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ എവരി എൻ ആണെങ്കിൽ സുപ്രീമം ഓഫ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം ഓഫ് ബി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദിസ് എ കോൺസ്റ്റന്റ് സെറ്റ്. ഒരു നമ്പർ ആണെങ്കിൽ ഇതിനൊരു കോൺസ്റ്റന്റ് സെറ്റ് ആയിട്ട് കാണാം. ഈ ബി എൻ മൈനസ് എ എൻ എന്നുള്ള സെറ്റ്. അപ്പൊ ഇതിന്റെ ഇൻഫിമം രണ്ട് ഭാഗത്ത് എടുക്കുമ്പോ ഇതിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഇനി ചെറുതാവില്ല. ഇതിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് ബി എൻ മൈനസ് എ എൻ. നൗ ഇൻഫിമം ഓഫ് ബി എൻ മൈനസ് എ എൻ ഈസ് ഓൾറെഡി 0 ആൻഡ് ഈറ്റ മൈനസ് സീറ്റ ഓൾറെഡി ദിസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഈറ്റ ആണ് റൈറ്റ് സൈഡിൽ, സീറ്റ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുക ഈറ്റ മൈനസ് സീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 0 എന്നാണ്. ദാറ്റ് ഈസ് ഈറ്റ ഈക്വൽ ടു സീറ്റ എന്നാണ്. അതായത് സീറ്റ അല്ലാത്ത ഒരു നമ്മള് സീറ്റനെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? എല്ലാ എ എന്നുകളുടെയും സുപ്രീമം.
ഈറ്റിനെ കണ്ടുപിടിച്ച എങ്ങനെയാണ്? എല്ലാ ഈറ്റകളുടെയും ഇൻഫിമം അല്ലെ എല്ലാ bnകളുടെയും ഇൻഫിമം. അപ്പൊ ഇതിന്റെ ഇടയിൽ ആളുകൾ മുഴുവൻ സെറ്റിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഈ ആളുകള് bn മൈനസ് എന്റെ ഇൻഫിമം 0 ആവുമ്പോ ഈ ഈറ്റയും സീറ്റയും ഒന്നായി മാറും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആളുകൾ പറഞ്ഞാൽ ആകെ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ആ ആള് സീറ്റയാണെന്നാണ്. ഇതാണ് തിയറം. Set R of real numbers not countable. നമ്മൾ R uncountable ആണ്. നമ്മൾ കാൻഡിഡേറ്റ് സീറോ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് R uncountable ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി വെച്ചിട്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകും. Okay, we have to prove that the set of real numbers is not countable. We prove that a subset of it is not countable. അപ്പോ എന്താവും? ഒരു സബ്സെറ്റ് തന്നെ അൺകൗണ്ടബിൾ ആണെങ്കിൽ സെറ്റ് അൺകൗണ്ടബിൾ ആവും. അപ്പോ ഈ സെറ്റ് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യണേ. അസ്യൂം I is countable. We prove the result by contradiction. For that, assume I is countable. I countable ആണെങ്കിൽ it has an enumeration. So it has an enumeration. So I can be enumerated as I equal to x1, x2, x3, etc. Now, from this I, we construct a I is the closed interval 0, 1. Now we construct a closed interval I1. We construct a closed interval I1. Closed interval. We construct a closed interval I1 of I. I in the subset ആയിട്ടുള്ള closed interval I1 ഉണ്ടാക്കുക such that x1 does not belong to I1. ഇനി I1 ന്റെ ഒരു ക്ലോസ്ഡ് സബ് ഇന്റർവൽ ഉണ്ടാക്കുക. ചൂസ് I2 subset of I1 such that എന്തായിരിക്കും? x2 does not belong to I1. അങ്ങനെ അതേപോലെ ചൂസ് IK contained in IK plus 1 contained in IK such that xk plus 1 does not belong to IK plus. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്താലേ നമുക്കറിയാം I1 is a subset of I2 is a subset of I1. So I contains I1 contains I2 contains etc. It's a nested sequence of closed and bounded intervals. കാരണം ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എന്നാണ് നമ്മൾ ഇന്റർവൽ മുഴുവൻ ഉണ്ടാക്കിയത്. ഒക്കെ ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒക്കെ ബൗണ്ടഡ് ആണെന്ന് ഉറപ്പാണ്. കാരണം 0, 1 ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഉള്ളിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഇതിന്റെ ഉള്ളിലാണ് x1, x2, x3 ഒക്കെ ഉള്ളത്. ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. സോ എന്താണ് തിയറം? nested interval property. By nested interval property, there exists a common element, that is zeta belongs to In for every n belongs to n. Then what is that zeta? Is that zeta x1 ഈ എല്ലാ ഇന്റർവെലുകളിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം നമ്മൾ I1 x1 ഇല്ല. x2 ആവോ? x2 I2 ഇല്ല. x3 ആവോ? x3 I3 ഇല്ല. x100 ആവോ? x100 I100 ഇല്ല. Then there is no common element. സോറി, അപ്പോ ഇവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റുക?
zeta there exists a common element in the ശരിയാണ്. Zeta not equal to x1. കാരണം x1 does not, since x1 does not belongs to i1. എല്ലാ ഇന്റർവെല്ലും ഉണ്ടാവണല്ലോ. Zeta not equal to x2. കാരണം since x2 does not belong to i2. That is zeta does not belong to xn since xn does not belong to in. So that common element is not in this list. ഈ ലിസ്റ്റിൽ ഒരാളും ആ കോമൺ എലമെന്റ് ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലിസ്റ്റിലെ ഒരു എലമെന്റിനും ഈ കോമൺ എലമെന്റ് ആവാൻ കഴിയില്ല. എന്താണ് അതിന്റെ കൺക്ലൂഷൻ? എന്താണ് അതിന്റെ കൺക്ലൂഷൻ? കോമൺ എലമെന്റ് ഇല്ല എന്നാണോ? കോമൺ എലമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് കോമൺ എലമെന്റ് ഉണ്ട്. കോമൺ എലമെന്റ് ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം ഈ ലിസ്റ്റ് മുഴുവനല്ല എന്നാണ് അർത്ഥം. അല്ലെ? നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു, എന്നിട്ട് ആ ലിസ്റ്റില് ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിച്ച എന്താണ് അർത്ഥം? ആ ലിസ്റ്റ് മുഴുവനായിട്ടില്ല എന്നാണ് അർത്ഥം. സോ we have listed all numbers between closed intervals 0, 1. അല്ലെ? എന്താ പറയാ, കൗണ്ടബിൾ ആണെങ്കിൽ എന്യൂമറേഷൻ പോസിബിൾ ആണ്. എന്യൂമറേഷൻ എടുത്തു. ഇനി എന്യൂമറേഷൻ എടുത്തിട്ട് അതിൽ നമ്മൾ എന്താ പറയാ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പ്രകാരം കോമൺ ആയിട്ട് ഉണ്ടാവേണ്ട സീറ്റ ആ ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം that list is not complete. That list is not complete. So that zeta, that list is not complete. So such an enumeration is impossible. So I is uncountable. So zeta is not the enumeration. So the enumeration is not complete. Enumeration എല്ലാ എലമെന്റിനെയും ഉൾക്കൊള്ളണം. Is not complete. A contradiction. Therefore, I is not countable.